സുരേഷ് ഗോപിക്ക് അദ്ദേഹത്തിന് കാര്യങ്ങൾ പറയാനുണ്ട് എന്നും പറഞ്ഞ് തൃശ്ശൂരിലെ ചില മാധ്യമപ്രവർത്തകർ RLV രാമകൃഷ്ണൻ്റെ അടുത്ത് പോകുന്നു. പിന്നെ എനിക്ക് സാറിനോട് ഒരു അഭ്യർത്ഥനയുണ്ട്. ഒരു CCRTയുടെ കേന്ദ്ര ഫെലോഷിപ്പ് കുറേ നാളായിട്ട് മുടങ്ങി കിടക്കുകയാണ് കലാകാരന്മാർക്ക്. എനിക്കൊരു സീനിയർ ഫെലോഷിപ്പ് കിട്ടിയിരുന്നു. അപ്പോൾ അതൊരു 6 മാസക്കാലമായിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതുവരെയും നമുക്ക് അതിന് ഫണ്ട് ഇതുവരെ എത്തിയിട്ടില്ല. കേരളത്തിലെ കുറേ കലാകാരന്മാർക്ക് അത് കിട്ടാനുണ്ട്. ജമ്മത്ത് പോലും പ്രതീക്ഷിക്കാത്ത ചതിയായിപ്പോയി. മാധ്യമപ്രവർത്തകർ പിന്നെ ആക്ഷൻ കാണിക്കണ്ട, അതല്ല മറ്റേത് പറയും എന്നൊക്കെ പറയുന്നുണ്ട്. തനിക്കെതിരായ അഭിപ്രായം പറയുന്ന ആളുകളെ അവർ വളരെ വിദ്വേഷത്തോടെ കാണുന്നു എന്നതിനൊപ്പം തന്നെ തെറി വിളിക്കുകയാണ്, ചീത്ത വിളിക്കുകയാണ് ചെയ്യുന്നത്. അതായത് എന്റെ കുടുംബത്തിൽ കയറി കളിക്കാനൊന്നും അവൾക്ക് അധികാരം കൊടുക്കല്ലേ, കേട്ടല്ലോ. ധന്യ ഇവിടെ ആരായിരുന്നാലും നീ അത്രയ്ക്കൊന്നും ആവണ്ട കേട്ടാ. താലി പൊട്ടിച്ച കാര്യം നിനക്കറിയാവോടി? നമസ്കാരം. കറുപ്പിനോട് വെറുപ്പാണ് എന്ന പ്രഖ്യാപനവുമായി ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന സത്യഭാമ എന്ന സ്ത്രീയെക്കുറിച്ച് നാട് ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് 3ാമത്തെ വീഡിയോ ആണ് ഈ ചെയ്യുന്നത്. നമുക്ക് തന്നെ ഇത് പറഞ്ഞ് മടുക്കുന്നൊരവസ്ഥയാണ്. കാരണം അവരാണെങ്കിൽ നാട് നീളെ ചീത്ത വിളിച്ചുകൊണ്ട് നടക്കുകയാണ്. ആരാണ് കറുപ്പ്, അവരൊക്കെ മോശമാണ് എന്ന ആംഗിളിലാണ് ഈ ലോകം ഏതാണ് എന്ന് മനസ്സിലാകാതെ അവർ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അവരുമായി ബന്ധപ്പെട്ട ഡിസ്കഷനിൽ നമ്മുടെ മനസ്സിനെ വല്ലാതെ ഹോണ്ട് ചെയ്യുന്ന ചില പ്രയോഗങ്ങളും ചില കാഴ്ചപ്പാടുകളും ഉണ്ട്. ഏതോ പൗരാണിക ജാതിരാഷ്ട്രത്തിൽ അകപ്പെട്ട ഒരു സംഭ്രമം അവർക്കുണ്ട് എന്ന് നമുക്ക് കാണുമ്പോൾ തോന്നും. എന്തായാലും അവരുമായി ബന്ധപ്പെട്ട് മറ്റ് ചർച്ചകളിലേക്കൊന്നും പോകാതെ നേരിട്ട് ആ ആശയവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും അവർ പറഞ്ഞുകൊണ്ടിരിക്കുക നമ്മളെ അസ്വസ്ഥമാക്കുന്ന ആ ചിന്ത, അതുമായി ബന്ധപ്പെട്ട ചില 3 പോയിന്റുകൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച് ഞാൻ പിൻവാങ്ങുകയാണ്. ഒന്ന്, ഇന്നലെ 24 ന്യൂസിൽ നടത്തിയ ചർച്ചയിൽ അവർ വീണ്ടും തെറിവിളിയുമായി രംഗത്ത് വന്നതിൻ്റെ ചില പ്രശ്നങ്ങളാണ്. ധന്യ രാമനുമായിട്ടുള്ള അവരുടെ സംവാദം ഒന്നും പറയാൻ പറ്റില്ല, ചീത്തവിളി ഉണ്ടാക്കിയിരിക്കുന്ന സാഹചര്യത്തെക്കുറിച്ചാണ്. രണ്ടാമത്തേത്, സുരേഷ് ഗോപിക്ക് വേണ്ടി നിരന്തര പ്രചരണം നടത്തുന്ന സ്ത്രീ എന്നുള്ള നിലയിൽ അവരുടെ ഫേസ്ബുക്ക് ശ്രദ്ധിച്ച് പല ആളുകളും ആ കാര്യം വിശദീകരിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ സുരേഷ് ഗോപി RLV രാമകൃഷ്ണന് വേദി ഒരുക്കാം എന്ന് പറഞ്ഞ് രംഗത്ത് വരികയുണ്ടായി. RLV രാമകൃഷ്ണന് വേദി ഒരുക്കാൻ വേണ്ടി മാധ്യമപ്രവർത്തകർ ഫോൺ വിളിച്ച് നൽകിയപ്പോൾ രാമകൃഷ്ണൻ സുരേഷ് ഗോപിയെ കുടുക്കിയ ഒരു കാര്യം പറഞ്ഞിരുന്നു കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട്. അതുമായി ബന്ധപ്പെട്ട 2ാമത്തെ പോയിന്റ്. 3ാമത്തേത്, മേതിൽ ദേവിയെ പോലെ മികവുള്ള പ്രതിഭയുള്ള ആധുനിക കാഴ്ചപ്പാടുള്ള ഒരു കലാകാരിയുടെ നിരീക്ഷണം എന്താണ് എന്നുള്ളത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും. ആദ്യം നമുക്ക് ഇന്നലെ 24 ന്യൂസിൽ അവർ നടത്തിയ ചില അഭിപ്രായ പ്രകടനങ്ങളിലെ സാമൂഹ്യ വിരുദ്ധതയാണ് മുന്നോട്ട് വെക്കുന്നത്. ചാനൽ ചർച്ചകളിലും ആ കാര്യം ആവർത്തിക്കുന്നു എന്ന് മാത്രമല്ല, അവർ തനിക്കെതിരായ അഭിപ്രായം പറയുന്ന ആളുകളെ അവർ വളരെ വിദ്വേഷത്തോടെ കാണുന്നു എന്നതിനൊപ്പം തന്നെ തെറി വിളിക്കുകയാണ്, ചീത്ത വിളിക്കുകയാണ് ചെയ്യുന്നത്. ഇവർക്ക് 66 വയസ്സായെന്ന് പറഞ്ഞു. 66 വയസ്സ് വരെ ജീവിച്ചിട്ട് ഇവർ വെളുത്തിരുന്ന സ്ത്രീ ആയിട്ട് പോലും ഇവരുടെ കരിയറിൽ ഇവർക്ക് ഉയർച്ച ഉണ്ടായിട്ടില്ല. ആ ചാനലുകാരോട് അവർ പറഞ്ഞ എന്താ, എന്റെ ഇത്രയും കാലം 66 വർഷമായിട്ട് ഞാൻ ഇവിടെ ഉണ്ട്, നിങ്ങൾ ഒരിക്കൽ പോലെങ്കിലും ഈ വീട്ടുമുറ്റത്ത് വന്നോ? അപ്പൊ അവരുടെ കരിയറുടെ ഫെയിലർ ആണ്. അവരെത്ര വെളുത്തിരുന്നിട്ടും അവരെത്ര എന്തൊക്കെ ഡാൻസ് ചെയ്തിട്ടും അവരെ തേടി അങ്ങോട്ടേക്ക് മാധ്യമപ്രവർത്തകർ പോയില്ല എന്നുള്ളതാണ് ഒരു പരാതി. അപ്പൊ അത് എന്താണ് അവരുടെ വെളുപ്പ് നിറം കൊണ്ട് അവരെന്ത് നേടി എന്നുള്ളതൊന്ന് പറഞ്ഞാൽ കൊള്ളാമായിരുന്നു. പിന്നെ ഇവർ ഈ പറയുന്ന നാട്യശാസ്ത്രത്തിൽ എവിടെയാണ് വെളുത്തവർക്ക് മാത്രമേ മോഹിനിയാട്ടം അവതരിപ്പിക്കാവൂ എന്ന് പറഞ്ഞിട്ടുള്ളത്? ഇവർ വീട്ടിലെ തന്നെ ഇവരുടെ മരുമകളെ തന്നെ ദ്രോഹിച്ച് താലിമാല വലിച്ചു പൊട്ടിച്ച് കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ കേസുള്ള ഒരു സ്ത്രീയാണ്. പൊതുവെ ഒരു ക്രിമിനൽ സ്വഭാവം ഉള്ളിലുള്ള ഒരു സ്ത്രീയാണ്. അവരാണ് ഇവിടെ ഇരുന്ന് മനുഷ്യരെ വെല്ലുവിളിക്കുകയാണ്. പൊതുസമൂഹത്തോട് പറയുകയാണ്, കാക്കയെ പോലെ കറുത്തിരിക്കുന്നവർക്ക് കലാരംഗത്ത് വരാനുള്ള അങ്ങനത്തെ ഒരു സ്പേസ് കൊടുക്കരുതെന്നുള്ളൊരു മെസ്സേജാണ് അവർ പുതിയ തലമുറയ്ക്ക് കൊടുക്കുന്നത്. അവർ 66 വയസ്സുള്ള നല്ലൊരു നർത്തകി, നല്ലൊരു മനസ്സിന്റെ ഉടമയും ആയിരുന്നെങ്കിൽ കല എന്ന് പറയുന്ന തുല്യതയുടെയും നീതിയുടെയും ജെന്യൂൻ ആയിട്ടുള്ള ഒരു സ്പേസ് ആണ്. അതിനെ വെടക്കാക്കുകയാണ് ചെയ്തത്. അടുത്ത തലമുറയ്ക്ക് കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? അവർ വംശീയതയും വർണ്ണവെറിയാണ് ഇവിടെ അവർ വിളമ്പിയിരിക്കുന്നത് രാവിലെ മുതൽ. അവർ ഇപ്പം കുറച്ച് ഒതുങ്ങി. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും കുറച്ച് പേടിക്കണം, ഈ വർണ്ണവെറിയെ കുറിച്ച് പറയുമ്പോൾ പേടിക്കണം, കേസ് വരുന്ന പറഞ്ഞുകൊണ്ട് കുറച്ച് സൗമ്യമായിട്ടൊക്കെ സംസാരിക്കുന്നു. ഇത്രയും സമയം ചാനലുകാരൊക്കെ പോയപ്പോൾ ഇന്ന് ആക്ച്വലി മാധ്യമപ്രവർത്തകരെയാണ് അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത്. അവർ ഇന്ന് ഒരു നല്ല കുറെ ക്വസ്റ്റ്യൻസ് ഇവരോട് തിരിച്ചു ചോദിച്ചു. പക്ഷേ ഇവർക്ക് ബോധമില്ലാത്തതുകൊണ്ട് ഇവർക്ക് അതിന് കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പോലും ഇവർക്ക് അറിയത്തില്ല. അതായത് എന്റെ കുടുംബത്തിൽ കയറി കളിക്കാനൊന്നും അവൾക്ക് അധികാരം കൊടുക്കല്ലേ, കേട്ടല്ലോ. ധന്യ ഇവിടെ ആരായിരുന്നാലും നീ അത്രയ്ക്കൊന്നും ആവണ്ട കേട്ടാ. താലി പൊട്ടിച്ച കാര്യം നിനക്കറിയാവോടി? അവരുടെ കലയുടെ അടിസ്ഥാനം, അവരെ എങ്ങനെയാണ് ഒരു ക്യാരക്ടറായി സൃഷ്ടിക്കപ്പെട്ടത് എന്നുള്ള കാര്യത്തിൽ സംശയം ഉണ്ടാക്കുന്നതാണ്. കാരണം അവർ ഒരു കലാകാരിയാണോ എന്നുള്ള കാര്യത്തിൽ, അല്ലെങ്കിൽ മോഹിനിയാട്ടം പോലെയുള്ള മഹനീയ കല പഠിച്ച ആളാണോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയം ഉണ്ടാക്കുന്ന തരത്തിലാണ് ഈ സ്ത്രീ പെരുമാറുന്നത്. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ അവരുടെ ഈ പെരുമാറ്റത്തിൽ ഉണ്ടാകണം. എന്തായാലും കല പഠിച്ച് മുന്നോട്ട് വരുന്ന
നിൽക്കുന്ന ആൾ മനുഷ്യൻ പരിഷ്കരിക്കപ്പെട്ട മനുഷ്യനാകും എന്നുള്ള നമ്മളെ സങ്കല്പത്തെ പൊളിച്ചു കളയുകയാണ് അത് സത്യമാണെങ്കിൽ. അല്ലെങ്കിൽ അവർ പഠിച്ചത് നമ്മൾ ഉദ്ദേശിക്കുന്ന കലയല്ല എന്നാണ് നമ്മൾ സമർത്ഥിക്കേണ്ടത്. അതും അല്ലെങ്കിൽ അവർ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് അവർ വ്യക്തമായി പറയുന്നുമില്ല. അവരുടെ മനസ്സിലിരിപ്പ് നമ്മൾ മനസ്സിലാക്കിയെടുക്കുമ്പോൾ ഈ സമൂഹത്തിന് മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ സാമൂഹ്യ വിരുദ്ധ പ്രവണത സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പ്രതിനിധിയായിട്ടാണ് അവർ ഇരിക്കുന്നത്. സാമൂഹ്യ വിരുദ്ധ കാര്യങ്ങളാണ് അവർ പറയുന്നത്. ആ അർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തിലെ മുന്നോട്ട് പോക്കിന് യോജിക്കാത്ത ഒരാളായി നമുക്ക് അത്തരക്കാരെ വിലയിരുത്തേണ്ടി വരും. രണ്ടാമത്തേത്, ഇത്തരം ക്ലാസിക് കലകളുടെ മേഖലയിൽ നിന്ന് തന്നെ അവരുടെ കാഴ്ചപ്പാടിനെതിരെ വിമർശനം ഉയരുന്നു എന്നുള്ള ശുഭകരമായ വാർത്തയും നമ്മൾ ഈ ദിവസങ്ങളിൽ കേട്ടിരുന്നു. അക്കൂട്ടത്തിൽ പ്രധാനപ്പെട്ട നർത്തകി മേതിൽ ദേവികയുടെ പ്രതികരണമാണ്. മേതിൽ ദേവികയുടെ പ്രതികരണം ഇന്ന് ലേഖന രൂപത്തിൽ മലയാള മനോരമ പത്രം എഡിറ്റോറിയൽ പേജിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അവരുടെ പ്രതികരണത്തിലെ 3 കാര്യം അവരൊരു ലേഖന രൂപത്തിലാണ് അത് എഴുതിയിട്ടുള്ളത്. എന്നാലും 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ആ ലേഖനത്തിൽ നിന്നും പെടുത്തുകയാണ്. അതിൽ ഒന്നാമത്തേത് RLV രാമകൃഷ്ണനുമായി ബന്ധപ്പെട്ടതാണ്. ഒരുപക്ഷെ നമ്മൾ ആരും തിരിച്ചറിയപ്പെടാതെ പോയൊരു കലാകാരനെ തിരിച്ചറിയാനുള്ളൊരു അവസരമായി കൂടി നമ്മൾ ഈ ഘട്ടത്തെ കാണണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ കാര്യത്തിലേക്കുള്ള സൂചന മേതിൽ ദേവികയുടെ ലേഖനത്തിലുണ്ട്. അതിൽ പ്രധാനമായി പറയുന്ന ആ ഭാഗം ഇങ്ങനെയാണ്: മോഹിനിയാട്ടം എന്ന നൃത്തരൂപത്തെ ജെൻഡർ ചങ്ങലക്കെട്ടുകളിൽ നിന്ന് മോചിപ്പിച്ച നർത്തകൻ എന്ന നിലയിലാണ് RLV രാമകൃഷ്ണൻ വിലയിരുത്തപ്പെടേണ്ടത്. അതൊരുപക്ഷെ നമ്മൾ ആരും മനസ്സിലാക്കാത്തൊരു കാര്യമാണ്. അങ്ങനെ ഒരു നവോത്ഥാനം ഈ നൃത്ത ലോകത്തിന് പുറത്തു നിൽക്കുന്ന ആളുകൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല. അത് മേതിൽ ദേവിക ഈ ഘട്ടത്തിൽ പറഞ്ഞത് ഒരുപക്ഷെ ഭാവിയിലും അങ്ങനെയുള്ള പരിഗണന RLV രാമകൃഷ്ണന് കൊടുക്കുന്നതിന് ഇടയാക്കും. അതിനുള്ള പുതിയ ചിന്തയ്ക്കുള്ളൊരു വിത്താണ് മേതിൽ ദേവിക പാകിയത്. ഇപ്പോൾ അതിന് വിരുദ്ധമായി അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന കലയുടെ പേരിൽ പൊതു ഇടങ്ങളിൽ അധിക്ഷേപത്തിന് വിധേയനായിരിക്കുന്നു RLV രാമകൃഷ്ണൻ. കലാകാരൻ എന്ന ഇത് പോകട്ടെ, സാധാരണക്കാരനായ ഒരു മനുഷ്യനായാൽ പോലും ഒരാളെ അധിക്ഷേപിക്കാൻ നിറം, ശരീരം എന്നിവ ഉപയോഗിക്കുന്നത് ഹീനമായ പ്രവൃത്തിയല്ലാതെ മറ്റെന്താണ്? നമ്മുടെ സാംസ്കാരിക പൈതൃകത്തിൻ്റെ സൗന്ദര്യത്തിനും വൈവിധ്യത്തിനും നേർക്കുള്ള കടന്നുകയറ്റം കൂടിയാണ് ഇത്. കലാകാരൻ്റെ നിറമോ ലിംഗമോ കണക്കിലെടുക്കാതെ കലയിലൂടെ ആത്മാവിഷ്കാരത്തിന് സാധ്യമായ ഒരന്തരീക്ഷമാണ് നിലനിൽക്കേണ്ടത്. വിവേചന ചിന്തകളെ ഇല്ലാതാക്കി നവോത്ഥാന പാതയിൽ മുന്നേറി എന്ന് അവകാശപ്പെടുമ്പോഴും ചിലരെങ്കിലും പഴയ നൂറ്റാണ്ടുകളിൽ തന്നെ എന്നത് ദുഃഖിപ്പിക്കുന്നു. നൃത്തരൂപങ്ങളുടെ ഉള്ളടക്കത്തെക്കുറിച്ച് ചർച്ചകൾ വേണ്ടതാണ്. ആൺകുട്ടികൾ മോഹിനിയാട്ടം അവതരിപ്പിച്ച ലാസ്യത്തിൻ്റെ നിർവചനം കളങ്കപ്പെടും എന്നത് അടിസ്ഥാനരഹിതമായ വാദം മാത്രമാണ്. പുരുഷ നർത്തകർക്ക് അപ്രാപ്യമായ ഒന്നല്ല അത്. മോഹിനി എന്നതിന് എന്താണ് അർത്ഥം? ജെൻഡർ അടിസ്ഥാനമാക്കിയുള്ള പഠനങ്ങളിലൂടെ നമ്മൾ മുന്നേറിക്കഴിഞ്ഞിരിക്കുന്നു. അവിടെയാണ് മോഹിനിക്ക് പകരം മോഹനൻ പാടില്ല എന്ന പുതിയ വാദം ഉയരുന്നത്. ആൺകുട്ടികൾ മോഹിനിയാട്ടം അവതരിപ്പിക്കുന്നത് ഇഷ്ടപ്പെടാത്ത ഒരു വിഭാഗം ആളുകൾ ഇന്നും സജീവമാണ്. അക്കൂട്ടരുടെ ഒരു തീവ്രവാദ പ്രതിനിധി എന്ന് വേണം സത്യഭാമയെ കാണാൻ. ഈ അഭിപ്രായങ്ങളടക്കം കണക്കിലെടുത്ത് നൃത്തത്തിലെ ജെൻഡർ ഭാവങ്ങൾ അക്കാദമിക് ചർച്ചയ്ക്ക് വിധേയമാക്കാൻ ആകും എന്നുള്ളതാണ് മേതിൽ ദേവിക പറയുന്നത്. മറ്റൊരു കാര്യം, ഡാർക്ക് എന്നത് മനോഹരമായ നിറമാണ്. നൃത്തവേദിയിലെ നിറങ്ങളിൽ സവിശേഷ പ്രാധാന്യം അതിനുണ്ട്. ഞാൻ കണ്ട വേദികളിൽ കറുപ്പ് സൗന്ദര്യാത്മകമായി സന്നിവേശിപ്പിക്കപ്പെടുന്നത് കണ്ടിട്ടുണ്ട്. കറുപ്പിൻ്റെ ചേർച്ചകളും ഉൾപ്പിരിവുകളും മനോഹരമാണ്. ചന്തമാർന്ന ആ നിറത്തെപ്പറ്റി പെറ്റ തള്ള സഹിക്കില്ല എന്നതുപോലുള്ള പ്രസ്താവനകൾ അപമാനകരമാണ്. ശരീരം നർത്തകൻ്റെ ടൂളായി കാണാം. ശരീരത്തെ ഉപാധിയാക്കി കലയിലൂടെ ഒരാൾ സൃഷ്ടിക്കുന്ന സൗന്ദര്യമാണ് ഐഡിയ ഓഫ് ബ്യൂട്ടി. അതിന് ശരീരഭംഗിയുമായി ബന്ധമില്ല. നർത്തകൻ്റെ ബാഹ്യരൂപം വേദിയിൽ കാണികൾ എത്ര നേരം കണ്ടിരിക്കും? ഏറിയാൽ 10 മിനിറ്റ്, അതിനപ്പുറമില്ല. 2 മണിക്കൂർ വരെ നൃത്താവതരണം നടത്തുന്നവർ ശരീരത്തിൻ്റെ ഭംഗി കൊണ്ടല്ല, വേദിയിൽ അവർ സൃഷ്ടിക്കുന്ന കലയുടെ സൗന്ദര്യത്താലാണ് മനുഷ്യ മനസ്സുകളിൽ ഇടം നേടുന്നത്. അതായത് മേതിൽ ദേവിക പറയുന്നത് ഇന്നലെ സത്യഭാമ ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട പ്രശ്നത്തിന് വിരുദ്ധമായ കാഴ്ചപ്പാടാണ് യാഥാർത്ഥ്യം എന്നുള്ളതാണ്. അതായത് സൗന്ദര്യം എന്നതിൻ്റെ സാങ്കല്പിക സൗന്ദര്യം എന്താണ് എന്ന് ഇന്നലെ സത്യഭാമ നിർവഹിച്ചത് വെളുത്ത ആളുകളാണ് സുന്ദരിമാർ, അല്ലെങ്കിൽ വെളുത്ത ആൾക്കാണ് സൗന്ദര്യമുള്ളത് എന്ന സാമൂഹ്യ വിരുദ്ധമായ സങ്കല്പമാണ്. എന്നാൽ സൗന്ദര്യം എന്ന കൺസെപ്റ്റ് നൃത്തത്തിൽ അത് ശരീരത്തിൻ്റെ രൂപഭാവങ്ങളിലല്ല, അത് ഭാവഹാവാദികളിലാണ് എന്നുള്ളതാണ്, നൃത്തത്തിലെ അവതരണത്തിലാണ് എന്നുള്ളതാണ്. ഈ വെളുപ്പും പറയുന്ന സൗന്ദര്യവും കണ്ടിരിക്കാൻ എത്ര നേരം ആളുകൾക്ക് പറ്റും? അതിന് പകരം നൃത്തഭാവാവിഷ്കാരമാണ് സൗന്ദര്യത്തിൻ്റെ അടിസ്ഥാനം എന്നാണ് അവർ പറയുന്നത്. നൃത്തശാസ്ത്രം പഠിക്കുന്ന കാലത്ത് ഞാൻ ഒരിക്കലും നർത്തകി ലക്ഷണ പാഠങ്ങൾ പഠിക്കാൻ തുനിഞ്ഞിട്ടില്ല. മനഃപൂർവ്വം ഒഴിവാക്കി എന്ന് പറയുന്നതാണ് ശരിയെന്ന് മേതിൽ ദേവിക പറയുന്നുണ്ട്. അതിൻ്റെ വിശദീകരണം ഇങ്ങനെയാണ്: പരീക്ഷകളിൽ ഇത് സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതിയിരുന്നില്ല. നേരെ മറിച്ച് ആചാര്യ ലക്ഷണം നന്നായി പഠിക്കുകയും ചെയ്തു. നർത്തകിയുടെ
അല്ലെങ്കിൽ നർത്തകൻ്റെ നല്ല ലക്ഷണമായി ഞാൻ കരുതുന്ന കാര്യങ്ങൾ ഇവയാണ്: നന്നായി കളിക്കുക, നന്നായി പഠിപ്പിക്കുക, മികച്ച ആസ്വാദന നിലവാരം പുലർത്തുക, മറ്റുള്ളവരുടെ കലാപ്രകടനങ്ങളും ആസ്വദിക്കുക എന്നതു കൂടി പ്രധാനമായി കാണുക. അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ മാന്യമായി പ്രകടിപ്പിക്കുകയും വേണം. കാലോചിത മാറ്റങ്ങൾ നൃത്തശാസ്ത്രത്തിൽ വന്നു കഴിഞ്ഞു. കാലത്തിനനുസരിച്ച് യുക്തമായ മാറ്റങ്ങൾ അനിവാര്യമെന്ന് ശാസ്ത്രവും പറയുന്നുണ്ട്. മോഹിനിയാട്ടം പഠിക്കുന്നവരിൽ വലിയൊരു വിഭാഗം കേരളത്തിന് പുറത്തുള്ളവരും ആയി മാറി എന്ന് അവർ പറയുന്നു. അപ്പോൾ സത്യഭാമ ഉന്നയിക്കുന്ന പാരമ്പര്യ സങ്കുചിത കാഴ്ചയല്ല അതിൻ്റെ അടിസ്ഥാനം എന്നാണ് മേതിൽ ദേവിക പറയുന്നത്. ഇതാണ് മോഹിനിയാട്ടത്തെക്കുറിച്ച്, അതിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ച് പുരോഗമന വിരുദ്ധമായി വാദിക്കുന്ന, സമർത്ഥിക്കുന്ന ആളുകൾക്ക് ഉള്ള മേതിൽ ദേവികയുടെ വിശദീകരണം. ഒരർത്ഥത്തിൽ ഈ ഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഉയർത്തിയ സത്യഭാമ വാദിക്കുന്ന കാര്യങ്ങളെ ഖണ്ഡിക്കുന്ന സമഗ്രമായൊരു ലേഖനമായി മേതിൽ ദേവികയുടെ ഈ കുറിപ്പിനെ കാണാം. ഇതാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തേത്, സത്യഭാമ മുഖ്യധാരയിൽ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യമാണ്. അവർ ഈ വിഷയം ഉന്നയിച്ചപ്പോഴാണ് പല ആളുകളും അവരുടെ പഴയ കാഴ്ചപ്പാട്, അവർ RSSൻ്റെ കേസരി എന്ന് പറയുന്ന പുസ്തകത്തിൽ ലേഖനം എഴുതുന്നു. അവരുടെ കാഴ്ചപ്പാടുകൾ, ലേഖനത്തിൻ്റെ ഉള്ളടക്കം ഒക്കെ അത്തരത്തിൽ RSSൻ്റെ കാഴ്ചപ്പാടിനോട്, സംഘപരിവാർ കാഴ്ചപ്പാടിനോട് ചേർന്ന് നിൽക്കുന്ന ഉള്ളടക്കമാണ്. ഒപ്പം തന്നെ അദ്ദേഹം തൃശ്ശൂരിൽ സുരേഷ് ഗോപി മത്സരിക്കാൻ വന്നതും അതിനോടനുബന്ധിച്ചുമായ കാലങ്ങളിൽ സുരേഷ് ഗോപിക്ക് വേണ്ടി നിരന്തരം വാദിക്കുന്നു. സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകരോട് അപമര്യാദയായി പെരുമാറിയ ഘട്ടത്തിൽ ഫേസ്ബുക്കിലിട്ട പോസ്റ്റ് ഉൾപ്പെടെ ഈ വിഷയത്തിൽ ചർച്ചയ്ക്ക് വിധേയമാകുന്നു. ഈ ഘട്ടത്തിൽ ഉണ്ടായൊരു കാര്യമാണ് മൂന്നാമത് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഇടുന്നത്. അതായത് സുരേഷ് ഗോപി തൃശ്ശൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങുന്ന സമയത്ത് മാധ്യമപ്രവർത്തകരാണ് കാര്യമായി സുരേഷ് ഗോപിക്ക് വേണ്ടിയുള്ള പല കാര്യങ്ങളും ചെയ്യുന്നത് എന്ന ആരോപണം കൂടി ഈ ഘട്ടത്തിൽ വരികയാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ, സത്യഭാമ ആരോപണം ഉന്നയിച്ച് RLV രാമകൃഷ്ണന് വേണ്ടി കേരളം ഒന്നാകെ നിന്നപ്പോൾ സുരേഷ് ഗോപിക്ക് അദ്ദേഹത്തിന് കാര്യങ്ങൾ പറയാനുണ്ട് എന്നും പറഞ്ഞ് തൃശ്ശൂരിലെ ചില മാധ്യമപ്രവർത്തകർ RLV രാമകൃഷ്ണൻ്റെ അടുത്ത് പോകുന്നു. എന്നിട്ട് കഷ്ടപ്പെട്ട് സുരേഷ് ഗോപിയെ ഫോണിൽ വിളിച്ച് RLV രാമകൃഷ്ണന് കൊടുക്കുന്നു. അവർ ഷൂട്ട് ചെയ്യുന്ന ഘട്ടത്തിൽ RLV രാമകൃഷ്ണനോട് നിങ്ങൾക്ക് എനിക്ക് ഞാൻ വേദി തരാം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് സുരേഷ് ഗോപിയുടെ പതിവ് രീതിയിലുള്ള ശബ്ദത്തിലൂടെയുള്ള അഭിനയത്തിനായി ക്യാമറ ഇങ്ങനെ ഒപ്പിയെടുക്കുന്ന സമയത്ത് RLV രാമകൃഷ്ണൻ പ്രധാനപ്പെട്ട ഒരു കാര്യം മൂപ്പരോട് പറഞ്ഞു: ഞങ്ങൾ കേരളത്തിലെ കുറേ കലാകാരന്മാർക്ക് സ്ഥിരമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഫണ്ട് കേന്ദ്രം തടഞ്ഞു വെച്ചിരിക്കുകയാണ്, അർഹമായ ഫണ്ടാണ്, അത് കിട്ടുന്നില്ല, സുരേഷ് ഏട്ടൻ അതിലൊന്ന് ഇടപെടണം എന്ന് പറയണം. പിന്നെ എനിക്ക് സാറിനോട് ഒരു അഭ്യർത്ഥനയുണ്ട്. ഒരു CCRTയുടെ കേന്ദ്ര ഫെലോഷിപ്പ് കുറേ നാളായിട്ട് മുടങ്ങി കിടക്കുകയാണ് കലാകാരന്മാർക്ക്. എനിക്കൊരു സീനിയർ ഫെലോഷിപ്പ് കിട്ടിയിരുന്നു. അപ്പോൾ അതൊരു 6 മാസക്കാലമായിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതുവരെയും നമുക്ക് അതിൻ്റെ ഫണ്ട് ഇതുവരെ എത്തിയിട്ടില്ല. കേരളത്തിലെ കുറേ കലാകാരന്മാർക്ക് അത് കിട്ടാനുണ്ട്. അപ്പോൾ ആ CCRTയുടെ ഫെലോഷിപ്പിന്റെ തുക എത്രയും പെട്ടെന്ന് അനുവദിക്കുകയാണെങ്കിൽ വലിയ നന്നായിരുന്നു. പക്ഷേ ഇതിനിപ്പം ഈ മന്ത്രിമാരാരും അവരുടെ ഓഫീസുകളിലില്ല. തെരഞ്ഞെടുപ്പ് മന്ത്രിമാർക്ക് അവിടെ പ്രസക്തി കുറഞ്ഞു. ഓ ശരി. ഇലക്ഷൻ കോഡ് വന്നോണ്ട്. ഓ ശരി. അപ്പൊ ഇലക്ഷൻ എല്ലാം കഴിഞ്ഞ് പുതിയ ഗവൺമെന്റ് വരട്ടെ, ഞാനത് നോക്കാം. ശരി സാറേ, ഓക്കെ. ജമ്മത്ത് പോലും പ്രതീക്ഷിക്കാത്ത ചതിയായിപ്പോയി. മാധ്യമപ്രവർത്തകർ പിന്നെ ആക്ഷനോ കാണിയിട്ട് അതല്ല മറ്റേത് പറയും എന്നൊക്കെ പറയുന്നുണ്ട്. സുരേഷ് ഗോപി എന്നിട്ട് മെല്ലെ നൈസായിട്ട് നവോത്ഥാനം ഞാൻ ഭയങ്കരമാണെന്നൊക്കെ പറഞ്ഞ് രണ്ടും കൽപ്പിച്ച് മൂപ്പരങ്ങ് തെരഞ്ഞെടുപ്പൊക്കെ ആണല്ലോ കാര്യമായി മറ്റു കാര്യങ്ങൾ സൂചിപ്പിച്ച് അവിടെ നിന്ന് ഫോൺ കട്ട് ചെയ്തു. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഈ വാർത്താ നിർമ്മിതിക്കാരൊക്കെ സുരേഷ് ഗോപി RLV രാമകൃഷ്ണൻ സഹായിക്കാൻ പോവാണ് എന്ന് പറഞ്ഞ് ഭയങ്കര ബ്രേക്കിങ്ങും വാർത്തയൊക്കെയാണ്. നാട്ടിലെല്ലാവരും പലതരം വേദികൾ അദ്ദേഹത്തിന് കൊടുക്കുകയാണ്. ഈ വിഷയത്തിൽ ഇടപെട്ട CPMകാരും കോൺഗ്രസ്സുകാരും യുവാക്കളും യുവതികളും ഒക്കെ ഈ കേരളം ഒന്നാകെ എന്ന് തന്നെ പറയാവുന്ന വിധത്തിൽ അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കുന്നുണ്ട്, വേദികൾ കൊടുക്കുന്നുണ്ട്. എനിക്കൊന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ DYFI ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ സംഘടനകൾ, യുവാക്കളുടെ സംഘടനകൾ ഉൾപ്പെടെ അദ്ദേഹത്തിന് വേദി ഇന്നലെ തന്നെ അതിനുള്ള അരങ്ങ് ഒരുങ്ങുകയും അദ്ദേഹം കളിക്കുകയൊക്കെ ചെയ്ത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ സുരേഷ് ഗോപി കണ്ടത് ഭയങ്കര സംഭവമാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടത്താനാണ് പോയത്. പക്ഷേ അവസാനം സുരേഷ് ഗോപിയോട് RLV രാമകൃഷ്ണൻ പറഞ്ഞ് ഞങ്ങൾക്ക് തടഞ്ഞു വെച്ച ഫണ്ട് പാസ്സാക്കണം എന്നാണ്. പക്ഷേ അത് ആരും വാർത്തയും കൊടുക്കില്ല എന്ന് നമുക്കറിയാലോ. ആരും വാർത്തയൊന്നും കൊടുക്കുന്നില്ല, മറ്റേ കാര്യം കൊടുക്കുന്നുള്ളൂ. ഇനിയിപ്പോൾ ആ ദിവസം സുരേഷ് ഗോപിയുടെ കുടുംബക്ഷേത്രത്തിൽ പോയി ഡാൻസ് കളിക്കുന്ന ദിവസം കണ്ടില്ലേ സുരേഷ് ഏട്ടൻ്റെ മഹനീയത വോട്ട് ചെയ്യൂ എന്ന് പറയാതെ പറയുന്ന ആ പരിപാടിക്ക് വേണ്ടിയിട്ടുള്ള ഏർപ്പാടാണ്. അതെന്തോ ആയിക്കോട്ടെ, ഇത് കണ്ട ആളുകൾ വോട്ട് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ. എന്തായാലും ഇങ്ങനെയുള്ള നാടകങ്ങളും ഇതിനിടയിൽ നടക്കുന്നുണ്ട് എന്ന് കൂടിയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ചത്. നന്ദി, നമസ്കാരം.